എല്ലാ കൂട്ടുകാർക്കും ഹരിശ്രീ ലേണിംഗ് ഈസ് ഫണ്ണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു പുതിയ അക്ഷരമാണ്. ട എന്ന് പറയുന്ന അക്ഷരമാണ്. അതിന് മുമ്പേ നമുക്ക് ഒരു പാട്ട് പാടാം. ഏത് പാട്ടാണ് പാടുന്നത്? നോക്കൂ, ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാണാനുള്ളത്? ഒരു അമ്മ കുടത്തിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഒരു പൂച്ച അത് കണ്ടു നിൽക്കുന്നുണ്ട്, ഒരു കുട്ടി കരയുന്നുണ്ട്, ഒരാളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്, കാക്കയുണ്ട്, പിന്നെന്താണ്, തെങ്ങിനെ കാണാനുണ്ട് അല്ലേ? ഇതെല്ലാം ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് പാടി തുടങ്ങാം. കട തുറന്നു, കുടമെടുത്തു, വട നിറച്ചു, നടന്നു. എന്താ തുറന്നത്? കട. കട എന്താണ്? സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ എവിടേക്കാ പോവുക? കടയിലേക്കാണ് അല്ലേ? അപ്പോൾ കട തുറന്നു, എന്നിട്ട് എന്തെടുത്തു? കുടമെടുത്തു. കണ്ടോ, അമ്മയുടെ കയ്യിൽ ഒരു കുടമുണ്ട്. ഇതാണ് കുടം. കുടമെടുത്തിട്ട് എന്താ ചെയ്തത്? അതിൻ്റെ ഉള്ളിൽ വടയാണ് നിറച്ചത് അല്ലേ? എന്താ നിറച്ചത്? വട നിറച്ചു. എന്നിട്ട് എന്തുണ്ടായി? നടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടന്നു പോയി. അതാണ് അർത്ഥാക്കണത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം. ടീച്ചറുടെ ഒപ്പം നിങ്ങളും പാടണേ. കട തുറന്നു, കുടമെടുത്തു, വട നിറച്ചു, നടന്നു. അപ്പോൾ ഇത് പാടി പഠിക്കണേ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ അക്ഷരങ്ങളും നന്നായി ഉച്ചരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തത് എഴുതാൻ പഠിക്കാം. എന്താണിത്? നമുക്ക് ഇവിടെ കാണുന്നത് എന്താണ്? കടയാണ് അല്ലേ? സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്ന കട കണ്ടിട്ടില്ലേ? ഇതാണ് കട. അപ്പോൾ നമുക്ക് എഴുതാൻ നോക്കാം. എങ്ങനെയാണ് എഴുതുക? ക എഴുതുക, ട എഴുതുക. ട എങ്ങനെയാണ് എഴുതുന്നതെന്ന് ആദ്യം പഠിക്കാം. നമ്മൾ ഇംഗ്ലീഷിൽ യെസ് എഴുതുന്ന പോലെയാണ് ക എഴുതുക. ഇംഗ്ലീഷിൽ യെസ് എഴുതുന്ന പോലെയാണ് ട എഴുതുക. ഇങ്ങനെ വന്ന ടായി. ഇംഗ്ലീഷിൽ യെസ് പറയും, മലയാളത്തിൽ ഇതിനെ ട എന്ന് പറയും. മലയാളത്തിൽ ട എന്ന് പറയും. അപ്പോൾ ക എഴുതുക, എന്നിട്ട് ട എഴുതിയാൽ കട ആയി. ക ട കട. ക ട കട. ഇങ്ങനെ പറഞ്ഞ് എഴുതി പഠിക്കണേ. ഇതെന്താണ് കാണുന്നേ? നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതല്ലേ? നല്ല സ്വാദുള്ള ഒരു പലഹാരമാണ് അല്ലേ? ഇതെന്താണ്? വടയാണ് അല്ലേ? വട നമ്മൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതെന്താണ്? വട. വട. എങ്ങനെയാണ്? വ എഴുതി ട എഴുതിയാൽ വട ആയി. വ എഴുതുക, ട എഴുതുക. വട. വട എഴുതി പഠിക്കണേ. വട. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇത് എന്താണ് കാണുന്നേ? ഒരാൾ നടന്നു വരുന്നു അല്ലേ? നട ആണ് പറയുക. ഒരാൾ നടന്നു വരികയാണ്. ആ വരുന്ന പാതയെ നട എന്ന് പറയും. നടക്കണേനും നട എന്നാണ് പറയുക. അപ്പോൾ നട. എങ്ങനെയാണ് എഴുതുക? 2 റ കൂട്ടി എഴുതിയ മാതിരിയാണ് എഴുതുക. പിന്നെ ട എഴുതുക. നട. നട. ഇനി അടുത്ത ഇതെന്താണ്? യുദ്ധം ചെയ്യാൻ വേണ്ടി സൈനികരാണ് അല്ലേ? അവർക്ക് എന്താ പറയുക? പട എന്നാണ് പറയുക. പട. യുദ്ധം ചെയ്യാൻ പോകുന്നവരെയാണ് പട എന്ന് പറയുന്നത്. പട. എന്താണ്? പട. വാ എഴുതുമ്പോൾ വലിയ റ വരും. പാ എഴുതുമ്പോൾ ചെറിയ റ ഇട്ടാൽ മതി.
അതാണ് വ്യത്യാസം. പിന്നെ വലിയ വാലില്ല. വലിയ വാല് വരുന്നത് പാക്കാണ്. ഇനി അടുത്തത് നോക്കാം. ഇതെന്താണ്? അട അല്ലേ? നമ്മൾ അമ്മ 4 മണിക്ക് നമുക്ക് പലഹാരം ഉണ്ടാക്കി തരാറുണ്ട് അല്ലേ? അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അട. എങ്ങനെയാണ്? വാഴയിലയിൽ കുറച്ച് മാവൊക്കെ ഇട്ട് ശർക്കരയും പഞ്ചസാരയും ഒക്കെ ഇട്ട് ശർക്കരയും നാളികേരവും ഒക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് അട. അപ്പോൾ നമുക്കത് എഴുതി നോക്കാം. ആ എഴുതുക, ട എഴുതുക. അട. ആ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ട നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കഴിഞ്ഞ് ട എഴുതിയാൽ അട എന്നായി. അട, ആ ട, അട, ആ ട, അട. ഇനി അടുത്തത് നോക്കാം. ഇതെന്താണ്? നമ്മൾ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? എന്താണ്? അരണ അല്ലേ? അരണയാണ് ഇത്. ഇത് എങ്ങനെയാണ് എഴുതുക? ആ ര ണ. ആ എഴുതാൻ പഠിച്ചിട്ടുണ്ട്, ര എഴുതാൻ പഠിച്ചിട്ടുണ്ട്. ണ എഴുതുന്നത് ഇങ്ങനെ. ണ. ഒരു ചെറിയ വട്ടമിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി റാ പോലെ എഴുതി 2 റാ കൂടി കൂട്ടിയ അരണ എന്നായി. ഒരു കുഞ്ഞു വട്ടമിടുക, മുകളിലേക്ക് കൊണ്ടുപോകുക, പിന്നെ ന പോലെ എഴുതുക. അപ്പോൾ ണ ആയി. അപ്പോൾ ആ എഴുതുക, ര എഴുതുക, ണ എഴുതുക. അരണ. എന്താണ്? പറഞ്ഞെഴുതണേ. ആ ര ണ. അരണ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്നുകൂടി നമുക്ക് എഴുതി നോക്കാം. വായിച്ചു നോക്കൂ. എങ്ങനെയാണ് വായിക്കുന്നത്? ഇതെന്താണ്? ക. ക ട കട. വ ട വട. ന ട നട. പ ട പട. ആ ട അട. ആ ര ണ. അരണ. ഒന്നുകൂടെ ടീച്ചർ എഴുതി തരാം. ക എഴുതുക, ട എഴുതുക. കട. വട എങ്ങനെയാണ് എഴുതുക? വ എഴുതുക, ട എഴുതുക. വട. ന ട നട. പ ട പട. ആ ട അട. ആ ര ണ. അരണ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത അക്ഷരങ്ങൾ പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്വരാക്ഷരങ്ങളിലെ ഇ, ഈ എന്നുള്ള അക്ഷരങ്ങൾ നമുക്ക് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.